കോടികൾ എറിഞ്ഞ് കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് വാങ്ങിയത് റിപ്പോർട്ടർ ടിവിക്ക് വിനയാകുമോ? ബാർക്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സർവാധിപത്യം തുടരുന്നതിനിടെ റിപ്പോർട്ടറിനെ ഞെട്ടിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം എത്തുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി റിപ്പോർട്ടർ ടിവി ഏറ്റുമുട്ടലായിരുന്നു. കർണാടകയിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ വാർത്ത പൊളിയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയായ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസും കൊടുത്തു. മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരാത്തതും റിപ്പോർട്ടറിനെ വിവാദത്തിലാക്കി. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. TV റേറ്റിംഗ് മാർഗനിർദ്ദേശങ്ങളിൽ പുതിയ കരട് ഭേദഗതികളുമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം രംഗത്ത് വരികയാണ്. റേറ്റിംഗ് ഏജൻസികൾ വ്യൂവർഷിപ്പ് അളക്കുന്നതിന് കണക്റ്റഡ് TV പ്ലാറ്റ്ഫോമുകളും പരിഗണിക്കണമെന്നും ലാൻഡിംഗ് പേജുകളെ വിലയിരുത്തലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ടെലിവിഷനും സെറ്റ് ടോപ്പ് ബോക്സും ഓൺ ചെയ്യുമ്പോൾ ചാനൽ നമ്പർ 1 പ്രസ് ചെയ്യാതെ ആദ്യം വരുന്ന പേജാണ് ലാൻഡിംഗ് പേജ്. TV ഓൺ ചെയ്യുമ്പോൾ ആദ്യം ചാനൽ വരുന്നതിനായി വൻ തുക നൽകി ലാൻഡിംഗ് പേജ് സ്വന്തമാക്കുന്ന പ്രവണത രാജ്യത്തുണ്ട്. കേരളത്തിൽ കേരള വിഷനാണ് പ്രധാനപ്പെട്ട ഒരു കേബിൾ ഓപ്പറേറ്റർ. കേരള വിഷനിൽ റിപ്പോർട്ടറാണ് ലാൻഡിംഗ് ചാനൽ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ സാധ്യതയും റിപ്പോർട്ടറിന് നഷ്ടമാകും. അതിനുശേഷം വരുന്ന ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ടിവിക്ക് ഇടിവുണ്ടാകുമോ എന്നത് ഇപ്പോഴേ ചർച്ചയാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇന്ത്യയിലെ ഏക രജിസ്റ്റർ ചെയ്ത പ്രേക്ഷക റേറ്റിംഗ് സ്ഥാപനമായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിനും ഭാവിയിൽ വരുന്ന ഏതൊരു ഏജൻസികൾക്കും ഭേദഗതി ചെയ്ത മാർഗനിർദ്ദേശങ്ങൾ ബാധകമാകും. കേബിൾ അല്ലെങ്കിൽ DTH വഴിയുള്ള ലീനിയർ ടെലിവിഷൻ കാഴ്ച മാത്രമേ ബാർക്ക് നിലവിൽ അളക്കുന്നുള്ളൂ. അതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പ്രക്ഷേപണ വ്യവസായത്തെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ക്രോസ് മീഡിയ റേറ്റിംഗിനായി പരസ്യദാതാക്കൾ വളരെ കാലത്തായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ പോലുള്ള ആഗോള പ്ലാറ്റ്ഫോമുകൾ ഒരു ഏകീകൃത അളവെടുപ്പ് പാനലിൽ ചേരുന്നതിൽ താൽപര്യം കാണിച്ചിട്ടില്ല. അതേസമയം ലാൻഡിംഗ് പേജ് വ്യൂവർഷിപ്പ് നീക്കം ചെയ്യുന്നത് ഒരു നല്ല നീക്കമാണെന്നാണ് ഈ മേഖലയിലുള്ള വിദഗ്ധരുടെ അഭിപ്രായം. നിലവിൽ ചില കേബിൾ ഓപ്പറേറ്റർമാർ 3 ലാൻഡിംഗ് പേജുകൾ വരെ ഉപയോഗിക്കുന്നു. കൂടാതെ TV ചാനലുകൾ അവരുടെ റേറ്റിംഗുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ സ്ലോട്ടുകൾ വാങ്ങാൻ മത്സരിക്കുന്നു. കോടികളുടെ മത്സരമാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത്. 100 കോടിയിലധികം രൂപയാണ് ചെലവഴിക്കുന്നത്. ചില സെറ്റ് ടോപ്പ് ബോക്സുകൾ ചാനലുകൾ മാറുന്നതിനിടയിലെ സമയം വൈകിപ്പിക്കുന്നത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിനാൽ ലാൻഡിംഗ് പേജുകളുടെ വ്യൂവർഷിപ്പ് വർദ്ധിക്കുന്നു. 1 മിനിറ്റിനുള്ളിൽ ഒരു കാഴ്ചക്കാരൻ കുറഞ്ഞത് 30 സെക്കൻഡ് ഒരു ചാനലിൽ തുടരുകയാണെങ്കിൽ ആ മുഴുവൻ മിനിറ്റും ആ ചാനലിന്റെ വ്യൂവർഷിപ്പായി കണക്കാക്കും. പ്രതിവർഷം 30,000 കോടി രൂപയിൽ കൂടുതലുള്ള TV പരസ്യ ചെലവുകൾ നിർണ്ണയിക്കുന്നതിൽ പ്രേക്ഷക റേറ്റിംഗ് ഡാറ്റ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത്.